നോമ്പ് കാലഘട്ടം ദൈവത്തോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ, ഉയരത്തിൽ ഉള്ളത് നാം ചിന്തിക്കുന്ന നിമിഷങ്ങളാണ്. ഉയരത്തിലുള്ളത് നാം ചിന്തിക്കുന്ന നിമിഷങ്ങളാണ്. വളരെ സന്തോഷകരമായ ജീവിതം ഈ ഭൂമിയിൽ നയിക്കുന്നവരായിരിക്കാം നാം. നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ ഒന്ന് പരിശോധിച്ചാൽ ഇന്നലേക്കാൾ ഏറെ ശ്രേഷ്ഠമായിട്ടുണ്ട് നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ. ഒരുപക്ഷെ നമ്മുടെ വരുമാന മാർഗങ്ങളായാലും ബാങ്ക് ബാലൻസ് ആയാലും മറ്റ് ഭൗതികമായ സാഹചര്യങ്ങളായാലും എല്ലാം ശ്രേഷ്ഠമായിരിക്കും. എൻ്റെ നാളെകൾ സുരക്ഷിതമാണ് എന്ന രീതിയിലാണ് നമ്മുടെ ജീവിതയാത്രകൾ. തനിക്ക് അമിതമായ സമ്പത്ത് വന്നു വിടുമ്പോൾ ഇനി ഏറിയ കാലത്തേക്ക് എനിക്ക് ജീവിപ്പാൻ ഉള്ളത് ഉണ്ട് എന്ന് സ്വയം ചിന്തിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ കർത്താവ് വിളിക്കുന്നത് മൂഢ എന്നാണ്. മൂഢ, നീ നേടിയതൊക്കെ നിനക്ക് അനുഭവിപ്പാൻ കഴിയാതെ പോയാൽ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ എടുത്താൽ നിനക്കുണ്ട് എന്ന് പറയുന്നതൊക്കെ പിന്നെ ആർക്കായി തീരും? എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമുക്കുണ്ട് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ സ്വന്തമാണോ? എന്താണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്? ഉയരത്തിൽ ഉള്ളതിനെ കുറിച്ച് ചിന്തിപ്പാനും അതിനുവേണ്ടി അധ്വാനിപ്പാനും ഈ നോമ്പിന്റെ നാളുകളിൽ നമുക്ക് കഴിയണം. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം അവസാനിച്ചാലും ഈ ഭൂമിക്ക് അപ്പുറത്ത് എനിക്കൊരു ജീവിതമുണ്ട് എന്ന് തിരിച്ചറിവോടെ നമ്മുടെ ജീവിതങ്ങൾ ഒരുക്കുവാനായിട്ട് കഴിയണം. സമ്പാദ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നാം അധ്വാനിച്ച് ഈ ഭൂമിയിൽ മാത്രം ഉപയോഗിപ്പാൻ കഴിയുന്നതല്ല. മരണത്തിന് അപ്പുറത്തും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ കഴിയുന്നതാണ് യഥാർത്ഥമായ സമ്പാദ്യങ്ങൾ. ഈ നോമ്പിന്റെ നാളുകൾ സ്വർഗീയമായ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന നാളുകളായി, ദൈവത്തോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങളായി രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.